ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു എംബ്രോയ്ഡറി ആണ് കേട്ടോ. ഇതാ ഒത്തിരി കളർഫുള്ളായിട്ട് എനിക്ക് തോന്നി. അതായത് നല്ല ഭംഗിയായിട്ടുള്ള ബ്ലൂ സാരിയിൽ ഒരു പേർപ്പിളിൻ്റെ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ബ്രൈറ്റ് ഒരു ഗ്രീൻ എടുത്തിട്ടുണ്ട്. അതായത് ഒരു ഗ്രീൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡ് ലൈറ്റും ഡാർക്കും ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്ലവർ ചെയ്യാനായിട്ട് പേർപ്പിളിൻ്റെ ഷെയ്ഡും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നോർമലി ഞാൻ ഏതെങ്കിലും ഒരു സ്റ്റിച്ചാണ് ഫ്ലവറിൻ്റെ മിഡിലിൽ ചെയ്യാറുള്ളത്. ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നല്ല ഭംഗിയായിട്ടുള്ള ഷുഗർ ബീഡ്സാണ് കൊടുത്തിരിക്കുന്നത്. അതും ബ്ലൂ കളറിൽ തന്നെയാണ് കൊടുത്തത്. അതായത് ഒത്തിരി കളേഴ്സ് ഇതിൽ വന്നിട്ട് നമ്മുടെ ഡിസൈൻ ബോറാവണ്ടെന്ന് വിചാരിച്ചാണ് ഈ കളേഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സാരി എടുത്തിട്ട് അതിലേത് കളറൊക്കെ മാച്ച് ആവുമെന്ന് വെച്ച് നോക്കുക. അതിന് ശേഷം വേണം കളർ സെലക്ട് ചെയ്യാനായിട്ട്. പേർപ്പിൾ കളറിൻ്റെ നമ്പർ വരുന്നത് 94 ആൻഡ് 92 ആണ് കേട്ടോ. ഇതാ ഈ ഒരു ഡിസൈനാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ഗ്രീൻ കളർ ത്രെഡിൻ്റെ നമ്പർ വരുന്നത് 255ഉം 256ഉം ആണ്. അതായത് നെക്സ്റ്റ് വരുന്ന നമ്പേഴ്സൊക്കെ നമുക്ക് സെലക്ട് ചെയ്യുവാണെങ്കിൽ ലൈറ്റ് ഡാർക്ക് ഷെയ്ഡൊക്കെ കിട്ടും. അപ്പോൾ ഈ പിക്ചർ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ സാരിയിൽ ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സാരി അതായത് സിൽക്ക് കോട്ടൺ സാരിയാണ്. നല്ല ഭംഗിയായിട്ട് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഈ മെറ്റീരിയൽ തന്നെ ഡിഫറൻറ്റ് റേറ്റിലൊക്കെ വരാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് മീഡിയം, അതായത് ഈ സാരിയുടെ റേറ്റ് വരുന്നത് 1300 ആണ്. 6.5 മീറ്റർ ഉണ്ട്, ഇൻക്ലൂഡിങ് ബ്ലൗസാണ് വരുന്നത്. അപ്പോൾ ഇതാ നെക്സ്റ്റ് ഇനി നമുക്ക് ഡിസൈൻ വരക്കാം. ഡിസൈൻ വരക്കാനായിട്ട് സാരിയുടെ താഴെയായിട്ട് ഞാൻ പിക്ചർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാനൊരു വൈറ്റ് പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് വരക്കാൻ പോകുന്നത്. അതായത് ഗ്ലാസ് മാർക്കർ എന്ന് പറയുന്നൊരു പെൻസിലാട്ടോ. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ എറണാകുളത്ത് ഷെണൈസ് ജംഗ്ഷനിൽ ഫീനിക്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഞാനൊരു ദിവസം ആ ഷോപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. ടൈം കിട്ടുവാണെങ്കിൽ എപ്പോഴെങ്കിലും പോയിട്ട് ആ ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് വരക്കുവാണ്. എനിക്ക് തോന്നുന്നു ഈ സാരിയിൽ നമ്മൾ നോർമൽ പെൻസിൽ യൂസ് ചെയ്ത് വരച്ചാൽ നമുക്ക് കാണാൻ പറ്റും, നല്ല വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഡാർക്ക് കളർ സാരി ആയതുകൊണ്ട് വേണമെങ്കിൽ ലൈറ്റ് കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് വരക്കാമെന്ന് ഓർത്താണ് ഈ പെൻസിൽ എടുത്തത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നല്ല ഭംഗിയായിട്ട് വരുന്ന രീതിയിൽ വേണം പെറ്റൽസ് വരക്കാനായിട്ട്. എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റിച്ചസിന് ഒന്നും മാറിപ്പോവാതിരിക്കാനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് വരക്കാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പിക്ചർ വരച്ചു. പെൻസിൽ അതായത് ഗ്ലാസ് മാർക്കർ എന്ന് പറഞ്ഞ പെൻസിലാട്ടോ. ഞാനിത് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചില സമയത്ത് അത് അത്ര വിസിബിൾ ആവുന്നില്ല. എന്നാലും നിങ്ങൾ ഷോപ്പിൽ പോയി ചോദിച്ചാൽ മതി. മാക്സിമം വരുവാണെങ്കിൽ ഒരു 8 റുപ്പീസ് ഈ ഒരു പെൻസിലിന് വരാറുള്ളൂ. അപ്പോൾ എൻ്റെ ഡ്രോയിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പിക്ചർ നോക്കാം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് വരക്കുവാണെങ്കിൽ പിക്ചർ നന്നായിട്ട് വരും. അതുപോലെ നമ്മുടെ വർക്ക് ഫിനിഷ് ആകുമ്പോൾ അതും നന്നായിട്ട് വരും. പിന്നെ ഇവിടെ ഞാൻ ത്രെഡ് എടുത്തിരിക്കുന്നത് 6 strands ആണ്. 6 strands ഡയറക്റ്റ് നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ വലിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന വെച്ചാൽ 12 strands ആണ് ആ ഒരു ഈ ഒരു ഹോളിൽ കൂടെ കടന്നു വരുന്നത് കേട്ടോ. അപ്പോൾ വലിച്ചെടുക്കുമ്പോൾ നോക്കിയൊക്കെ വലിക്കുക. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ സാരി അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു സാരിയാണ്. നോർമലി നമ്മൾ ചെയ്യുന്ന സോഫ്റ്റ് സാരീസ് ഉണ്ടല്ലോ, അതായത് സിൽക്കി കോട്ട, കോട്ടൺ കോട്ടയൊക്കെ പോലെ അത്ര സോഫ്റ്റ് അല്ല. കുറച്ചുകൂടി നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് കട്ടിയുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ 6 strands ഡയറക്റ്റ് നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് എടുക്കുവാട്ടോ ചെയ്തത്. ഈ ഡിസൈനിൽ ഫ്ലവേഴ്സിന് കുറച്ച് പ്രൊജക്ഷൻ വേണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ 6 strands എടുത്തത്. അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് 6 strands എടുക്കുവാണെങ്കിൽ നമുക്ക് നീഡിൽ ത്രെഡ് ഇൻസേർട്ട് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. പിന്നെ ഇടയ്ക്ക് ഇത് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ ഈ ഓരോ സ്റ്റിച്ചിൻ്റെ സമയത്ത് നമ്മൾ ത്രെഡ് വലിക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഈ ബ്ലാങ്കറ്റ് ഫ്ലവർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അതായത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അഥവാ എന്താ പറയുക, ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്നൊക്കെ പറയാറുണ്ട് ഈ സ്റ്റിച്ചിന്. ഇത് യൂസ് ചെയ്തിട്ട് നേരത്തെ ഫ്ലവേഴ്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലൊരു കളർ കൂടി കൊടുത്തൊക്കെ ചെയ്യാം. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കേരള സാരി വർക്ക് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാരി ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ്റെ ചെറിയൊരു പോർഷൻ അതിൽ ചെയ്യാമെന്നാണ് കേട്ടോ. അതായത് സാരിയിൽ കാണുന്ന ഭാഗത്ത് അതായത് ഫുൾ ഒരു ഡിസൈൻ കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം നിങ്ങളെ. അന്നേരം നമുക്കൊരു സാരിയിൽ ഷെയ്ഡ് പോലെ കൊടുക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിക്കാം. ഇപ്പോൾ ഈ സാരിയിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്
ഒരു അതായത് ഒരു 1/3 ഒരു 2 ഭാഗം ആ ഒരു ഏരിയ, അതായത് ടോട്ടൽ 5 പെറ്റൽസ് ഉണ്ട് ഈ ഫ്ലവേഴ്സിന്. അതിലൊരു 3 പെറ്റൽ ഡാർക്ക് കളറും നെക്സ്റ്റ് വരുന്ന 2 പെറ്റൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡും യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന്. ഞാൻ നോർമലി നിങ്ങളോട് പറയാറില്ലേ, എനിക്ക് ഫുൾ ആ ഒരു ഫ്ലവർ ഒരു കളറിൽ ചെയ്യണതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് എപ്പോഴും ഈ ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1, 2, 3 ഷെയ്ഡൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഓവറായാലും വൃത്തികേടാവും. അതുകൊണ്ട് ഞാനിവിടെ 2 കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് ചെയ്യാം. ഈ വീഡിയോ മാക്സിമം ക്ഷമയോടെ ഇരുന്ന് കാണാം കേട്ടോ. ഇപ്പോൾ ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് കാണാം. അപ്പോൾ ക്ലിയറായിട്ട് മനസ്സിലാവും. പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഈ ക്ലോത്ത് ചെയ്യരുത്. നിങ്ങളൊരു ഹാൻഡ് കർച്ചീഫ് ഏതെങ്കിലും എടുത്തിട്ട് അതിൻ്റെ കോർണറിൽ ചെയ്ത് നോക്കുക കേട്ടോ. ഷോപ്പിൽ പോകുമ്പോൾ നല്ല പ്ലെയിൻ ഹാൻഡ് കർച്ചീഫ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് 1-2 വാങ്ങി വെക്കുക. അപ്പോൾ നമ്മൾ ഏത് ഡിസൈനാണോ ചെയ്യാൻ നോക്കുന്നതെന്ന് വെച്ചാൽ ആ ഡിസൈൻ്റെ ചെറിയൊരു പോർഷൻ ഈ ഹാൻഡ് കർച്ചീഫിൻ്റെ ഒരു കോർണറിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഡിസൈനർ ഹാൻഡ് കർച്ചീഫും നമ്മൾ അറിയാതെ പോലും വർക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഞാനങ്ങനെ ഒത്തിരി ഹാൻഡ് കർച്ചീഫ് വാങ്ങി വെച്ചിട്ട് അതിലൊക്കെ ഇതേപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞാനൊരു പ്രാവശ്യം അതിൻ്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ ഷോപ്പിൽ പോയപ്പോഴും കുറച്ച് കർച്ചീഫൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതേപോലെ പുതിയ ഡിസൈൻസ് വരുമ്പോൾ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട്. ഈ സാരിയുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ ഇതിലേത് കളർ മാച്ച് ആവുമെന്ന് എനിക്കിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിങ്ക് കളറും നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുണ്ട് സ്വപ്ന സജസ്റ്റ് ചെയ്തു എന്തായാലും ഇത് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാ, നല്ലൊരു സജഷനാണ് അത്. അപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ കളർ സെലക്ട് ചെയ്തത്. പിന്നെ എനിക്ക് നേരത്തെ ഒരു സാരി ഈ ഒരു കളർ കോമ്പിനേഷനിലുണ്ടായിരുന്നു. ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഈ കളർ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാമെന്ന്. ഇത് കുറച്ച് സമയം കൂടുതൽ കാണിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ത്രെഡ് മാറ്റി അടുത്ത ത്രെഡ് എടുക്കുമ്പോൾ അത് എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്നൊന്ന് ക്ലിയറായിട്ട് മനസ്സിലാവാനാണ് കേട്ടോ. നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് ആ സ്റ്റോപ്പ് ചെയ്ത പോയിന്റിൽ തന്നെ എടുക്കണം നെക്സ്റ്റ് ത്രെഡ്. എന്നാലേ നമ്മുടെ ആ ഒരു വർക്കിന് ഫിനിഷിങ് ഉണ്ടാവുള്ളൂ, കണ്ടിന്യൂഷനും കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് കളർ കൊണ്ട് 3 പെറ്റൽ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ലൈറ്റ് കളർ എടുത്തിട്ട് നെക്സ്റ്റ് 2 പെറ്റൽ കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. നോർമലി ഞാൻ സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലും 5.5 മീറ്ററിൻ്റെ സാരിയാണ് വർക്ക് ചെയ്യാറുള്ളത്. ബ്ലൗസിൻ്റെ മെറ്റീരിയലൊന്നും ഞാൻ വർക്ക് ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം, ബ്ലൗസ് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി മടിയുള്ള കാര്യമാണ്. പിന്നെ ചിലപ്പോൾ ഞാൻ മിക്കവാറും കോൺട്രാസ്റ്റ് കളർ ബ്ലൗസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ സാരി ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു സെയിം സാരി വിത്ത് ബ്ലൗസാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്ലൗസിൻ്റെ കയ്യിൽ ചെറിയൊരു ഡിസൈൻ ചെയ്യണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഡിസൈനും വരച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനൊരു ഡിസൈൻ കൂടെ കയ്യിലുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ചെറിയ ഡിസൈൻ ഇതിൻ്റെ കയ്യിൽ വരച്ചിട്ട് ആ ഒരു സാരി ഫുൾ വർക്കായിട്ട് ഫിനിഷ് ചെയ്യാമെന്ന്. അപ്പോൾ സാരിയിൽ ഞാൻ ടോട്ടൽ വരച്ചിരിക്കുന്ന ഒരു 6 ഡിസൈൻസാണ്. അതായത് പല്ലുവിൻ്റെ പാർട്ടിലൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ ഡിസൈനാണ്. പിന്നെ നമ്മൾ സാരി വെയർ ചെയ്യുമ്പോൾ ചെസ്റ്റ് പോർഷൻ വരുന്ന സ്ഥലത്ത് 2 ഡിസൈൻ, അങ്ങനെ 3 ഡിസൈനായി. പിന്നെ നമ്മൾ സാരി വെയർ ചെയ്യുമ്പോൾ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തായിട്ടൊരു 3 ഡിസൈൻ. അതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഇതാണ് കേട്ടോ. അതായത് നമ്മൾ സാരി എടുത്തിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ ആ ഡിസൈൻ വിസിബിളായിട്ട് ഇങ്ങനെ വരും. അത് കാണാനും നല്ലതാണ്. അപ്പോൾ ഈ സ്റ്റിച്ചിങ് ഞാൻ അത്യാവശ്യം നിങ്ങളെ സ്ലോ ആയിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് കാണിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ കുറേ ഡൗട്ട്സ് എന്നോട് ചോദിച്ചിട്ടുള്ളതും കൂടി ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒത്തിരി പേരിങ്ങനെ കുറേ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്, പുതിയ വീഡിയോസ് ചെയ്യണതിൻ്റെ സജഷൻസൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമറായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു റിബൺ വർക്കിൻ്റെ വീഡിയോ ചെയ്യണമെന്ന്. റിബൺ വർക്ക് ഞാൻ ചെയ്ത് കാണിക്കാം. ഞാൻ ഒരു സാരി, അതായത് എൻ്റെ സിസ്റ്ററിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു സാരി 10 ഇയേഴ്സ് ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ടുള്ളൊരു ബ്ലാക്ക് സാരിയിൽ നല്ല റെഡ് ഫ്ലവേഴ്സ് കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് റിബൺ ആണ് യൂസ് ചെയ്തത്. അതുപോലെ അതിൻ്റെ മിഡിലായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള പേൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി അത് എവിടെയോ വെച്ചിട്ട് തപ്പിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കിട്ടുവാണെങ്കിൽ ഞാൻ ആ സാരിയുടെ ഒരു വീഡിയോ ഇടാം കേട്ടോ. അതേപോലെ റിബൺ വർക്ക് ചെയ്യുന്ന വീഡിയോയും ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റിബൺ കിട്ടിയാലേ നമുക്ക് ആ വർക്ക് ചെയ്യണോണ്ട് യൂസ് ഉള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് ആ റിബണിൻ്റെ അവൈലബിലിറ്റിയൊക്കെ നോക്കിയിട്ട് പുതിയ വീഡിയോ ചെയ്യാം.
ഇതാ ഇവിടെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം നമുക്ക് ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഫ്ലവറാണ് കേട്ടോ. അതുപോലെ തന്നെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ ഫില്ല് ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു പ്രൊജക്ഷനും എല്ലാം കൂടി വരുമ്പോൾ ഓവറോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഈ സാരിയുടെ വർക്ക് ഞാൻ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാൻ വിചാരിച്ചത്ര സ്പീഡിൽ ഇത് തീർക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇന്നത്തേക്ക് മാറിയത് കേട്ടോ. അപ്പം ഞാനിവിടെ 2 ഫ്ലവർ ചെയ്തു. കുറച്ച് നീക്കി പിടിക്കുമ്പോൾ കണ്ടോ അതിൻ്റെ ഷെയ്ഡ് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഈ സെയിം ഡിസൈൻ ഞാൻ ചെന്നൈയിൽ എൻ്റെ ഒരു ആൻറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു പിങ്ക് ഫ്ലവർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ എന്താ പറയുക, ലീഫ് ചെയ്യാനായിട്ട് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരുന്നത്. ഈ സമയത്ത് ഞാൻ വിചാരിച്ചു സെയിം സ്റ്റിച്ച് തന്നെ ഇട്ടിട്ട് ലീഫ് ചെയ്താൽ എന്താ കുറച്ചുകൂടി, അതായത് ആ സെയിം ഒരു പ്രൊജക്ഷൻ ലീഫിനും കിട്ടുമല്ലോ എന്ന്. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തന്നെ ലീഫ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ ലീഫ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ സ്റ്റെം കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. സ്റ്റെം ചെയ്യാനായിട്ട് ഞാൻ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു 6 strands ത്രെഡ് ഡയറക്റ്റ് നീഡിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുവാണെന്ന്. അപ്പോൾ അത്രയും ത്രെഡ് എടുക്കുമ്പോൾ നമ്മൾ എംബ്രോയ്ഡറി വർക്ക് കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്യണം. പിന്നെ സ്റ്റെം ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ചെറിയ ചെറിയ സ്റ്റിച്ചസ് ആട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലാണ് കൂടുതൽ ഭംഗി വരുള്ളൂ. നമ്മൾ ഇതേപോലെ അധികം ത്രെഡ് എടുത്ത് ചെയ്യുമ്പോൾ ഒത്തിരി ലോങ് ആയിട്ട് സ്റ്റിച്ചസ് എടുക്കുമ്പോഴേക്കും ആ സ്റ്റിച്ചിന് പെർഫെക്ഷൻ കുറയുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ സ്റ്റിച്ച് എടുത്തിട്ട് സ്റ്റെം ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ചും അറിയാത്തവരാണെങ്കിൽ ഒരു ഹാൻഡ് കർച്ചീഫോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് വേണം നിങ്ങൾ സാരിയിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടെ സ്റ്റെം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മളെപ്പോഴും ഫ്രെയിം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ തിരിച്ച് പിടിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ലീഫ് ചെയ്യുന്നത് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് കണ്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ പിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ആ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഒരു സ്റ്റിച്ച് എടുക്കുക. എപ്പോഴും ബ്ലാങ്കറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഒരു ചെയിൻ ചെയ്യുന്ന പോലെ എടുക്കുക. എന്നിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ചസ് ചെയ്യുന്നത് കണ്ടോ. ഇത് ലീഫ് എനിക്ക് തോന്നുന്നു നിങ്ങളൊരു 2-3 ടൈംസ് കണ്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ എത്ര പറഞ്ഞാലും എന്താ പറയുക, എനിക്ക് പറഞ്ഞു തരുന്നതിനൊരു ലിമിറ്റേഷനുണ്ട്. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ കണ്ട് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് 2-3 പ്രാവശ്യം ലീഫ് കണ്ട് നോക്കുക. അതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ലീഫും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു പ്രൊജക്ഷൻ ഉണ്ടതിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ കുർത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ മെറ്റീരിയൽ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ലീവ്സ് ബോഡി പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും. അതുപോലെ സാരിയിൽ നമുക്ക് കൊടുക്കാനായിട്ടൊക്കെ നല്ലതാട്ടോ. പിന്നെ വേറെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ പീക്കോക്ക് ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് പീക്കോക്കിൻ്റെ ഫെദർ ചെയ്യാനും ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നല്ലതായിരിക്കും. ഓരോ വർക്ക് ചെയ്യുമ്പോഴാട്ടോ പുതിയ പുതിയ ഐഡിയാസൊക്കെ വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഇതൊക്കെ കണ്ടിട്ട് തോന്നുവാണെങ്കിൽ മെസ്സേജസിലൂടെ അറിയിക്കണേ. കമൻറ്റ് ബോക്സിലൂടെ മെസ്സേജ് ഇടുവാണെങ്കിൽ അതിനെല്ലാം ഞാൻ റിപ്ലൈ ഇടാറുണ്ട്. അപ്പോൾ പുതിയ പുതിയ ഐഡിയാസ് എനിക്കും കിട്ടുമല്ലോ. ഈ ഒരു ഡിസൈൻ വർക്ക് ചെയ്യാനിരുന്നിട്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചാൽ സാരിയുടെ കളർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതേപോലെ വർക്ക് ചെയ്യുന്ന ത്രെഡിൻ്റെ കളേഴ്സ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഡിസൈനും. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ എന്താ പറയുക, എനിക്കൊന്നിത് കംപ്ലീറ്റ് ചെയ്ത് കാണണം ഈ സാരി എന്നൊരു തോന്നൽ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സാരിയിൽ ഫുള്ള് ഡിസൈൻസ് വരച്ച് വെക്കുവാണ്. നമുക്ക് സമയം കിട്ടുമ്പോൾ വരച്ച് വെച്ചാൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴൊക്കെയാണ് ഫ്രീ ആയിട്ടിരിക്കണമെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് സാരി സ്റ്റിച്ച് ചെയ്യാം. ചില സമയത്ത് നമ്മൾ സാരി സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്നിരിക്കുമ്പോൾ അടുത്ത ഡിസൈൻ വരക്കണമല്ലോ എന്നുള്ള മടി കൊണ്ട് എഴുന്നേറ്റ് പോകാനൊക്കെ തോന്നും. അപ്പോൾ ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അത്ര ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ഡിസൈൻ വരച്ച് വെക്കും. എനിക്കെപ്പോഴും ഡിസൈൻ വരയ്ക്കാനായിട്ടൊരു അതിന് പറ്റിയൊരു മൈൻഡ് ഉണ്ടെങ്കിലേ ഞാൻ വരയ്ക്കുള്ളൂ. അപ്പോൾ മാക്സിമം ഞാൻ മോർണിംഗ് ഒക്കെ ആയിരിക്കും കേട്ടോ ഇതേപോലെ ഡിസൈൻസ് വരക്കൽ പരിപാടിയൊക്കെ ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ ഇടയ്ക്ക് ടൈ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. നോർമലി ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നവർ ടൈ ചെയ്യാറില്ല. 2-3 പ്രാവശ്യം ഇങ്ങനെ മുകളിലേക്കും താഴേക്കും എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പക്ഷേ ഏത് എംബ്രോയ്ഡറി ചെയ്യുമ്പോഴും എനിക്ക് ടൈ ചെയ്യണത് ഇഷ്ടമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മിക്ക ഡ്രസ്സും ഞാൻ വാഷിംഗ് മെഷീനിലേക്കാട്ടോ വാഷ് ചെയ്യുന്നത്. അപ്പോൾ കളേഴ്സൊന്നും പോവില്ല, ത്രെഡ് എങ്ങാനും അഴിഞ്ഞു പോകുമെന്നുള്ളൊരു പേടി കൊണ്ട് മാത്രമാണ്
ഞാൻ ഇതിൻ്റെ ബാക്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് ലീഫ് നമുക്കിതാ ഈ കാണുന്ന പോലെ ചെയ്യാം. എപ്പോഴും ഇതിൽ എന്താ പറയുക, ഓരോ ലീഫ് തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് താഴെ ഒത്തിരി നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന രീതിയിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് ടൈ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ലീഫ് ചെയ്തത്. അടുത്തടുത്തായിട്ടുള്ള ലീവ്സ് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നമുക്ക് ഒരു ലീഫിൽ നിന്ന് നെക്സ്റ്റ് ലീഫിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, താഴത്തോടിട്ട്. ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ലീഫോ ഫ്ലവറോ അത്ര ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. വേറെ ഏത് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യാം. അതേപോലെ ഫില്ല് ചെയ്യാനായിട്ടും ഒത്തിരി നല്ലതാണ്. ഞാൻ എപ്പോഴും ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കൂടുതൽ ഇതേപോലെ ഫില്ലിങ് വരുന്ന സമയത്തൊക്കെ ഇതേപോലത്തെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഈ സാരിയുടെ ഒത്തിരി പുതിയ കളേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു പുതിയ കളേഴ്സൊക്കെ വരുമ്പോൾ അതിൽ പുതിയ പുതിയ ഡിസൈൻസ് വർക്ക് ചെയ്തിട്ട് വീഡിയോ ചെയ്യണമെന്ന്. അതുപോലെ ഒത്തിരി പേര് ഇങ്ങനെ പെയിൻറ്റിങ്ങിന് ഇത് നല്ലതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പെയിൻറ്റിങ്ങിന് നല്ലതായിരിക്കും. നമ്മൾ ഇതേപോലെ ഡാർക്ക് കളേഴ്സിൽ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്യുക ഒരു കോട്ട്. അതിനുശേഷം നമ്മൾ ഏത് കളറാണോ അതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ കളറ് പെയിൻറ്റ് അടിക്കുക കേട്ടോ. അപ്പോൾ നല്ല ബ്രൈറ്റായിട്ട് നല്ല കളറിൽ കിട്ടും. പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോയും ചെയ്യണം എന്നുണ്ട്. സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്കിതിൻ്റെ മിഡിലിൽ കൊടുക്കാനായിട്ട് ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ചെറിയൊരു നീഡിലാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഷുഗർ ബീഡ്സിൻ്റെ ഹോൾസ് ചെറുതായിരിക്കും. അപ്പോൾ ചെറിയ നീഡിലെടുത്താലേ നമുക്ക് അത് നീഡിൽ കൂടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം ഒരു കട്ടിയുള്ള നാരോ ആയിട്ടുള്ള ത്രെഡായിരിക്കും, ഭയങ്കര തിന്നായിട്ടുള്ള ത്രെഡായിരിക്കും. അത് 2 strands എടുത്തിട്ടുണ്ട്. അതിലാണ് ഞാൻ ഈ ഷുഗർ ബീഡ്സ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നടുക്ക് വരുന്ന ആ ഒരു സർക്കിൾ പോർഷൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുവാണ്. ഈ സാരി ചെയ്യുന്ന സമയത്ത് ഞാൻ ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സും വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് സെയിം ബ്ലൂ തന്നെ വരുമ്പോഴാണ്. അതായത് എന്താ പറയുക, ആ സാരീനോട് ബ്ലെൻഡായിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് ആയിട്ട് എനിക്ക് തോന്നി. വേറെ കളർ വെക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഈ വർക്ക് കുറച്ച് കളർഫുള്ളായി പോവുമോ, ഒരു ബ്ലെൻഡ്നെസ് കിട്ടുമോ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ നടുക്കും ഞാൻ ബ്ലൂ കളർ തന്നെ കൺഫേം ചെയ്ത് വെച്ചത്. വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി വരുന്നതനുസരിച്ച് ഡിസൈനിന് ഭംഗി കൂടിക്കൂടി വരുന്നുണ്ട്. കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഡിസൈൻ സെറ്റ് സാരിയിൽ ചെയ്യാനായിട്ട് നല്ല ഭംഗിയാട്ടോ. ഇപ്പോൾ അധികം വീതിയില്ലാത്ത കസവിൻ്റെ സെറ്റ് സാരി ആണെങ്കിൽ അതിൻ്റെ നമ്മൾ സാരി വെയർ ചെയ്യുമ്പോൾ കാണുന്ന പോർഷനുള്ള ചെസ്റ്റ് പോർഷൻ, അതേപോലെ സാരി വെയർ ചെയ്ത് കഴിയുമ്പോൾ പ്ലീറ്റ്സിൻ്റെ പോർഷൻ വരില്ലേ, നമ്മൾ നടക്കുമ്പോൾ അതിങ്ങനെ വിടർന്ന് വരുമ്പോൾ ആ പോർഷനിലെല്ലാം നമുക്ക് ഇതേപോലെ ഫ്ലവർ ബഞ്ചസ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കേരള സാരി ചെയ്യുന്നതിൻ്റെ വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാം. എന്തായാലും ഓണം സ്പെഷ്യലായിട്ട് 2-3 വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഒരു ഫ്ലവറിൻ്റെ മിഡിൽ പോർഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതും കൂടി ബാക്കിൽ ടൈ ചെയ്യാം. ഇതേപോലെ ബീഡ്സ് കൊടുക്കുന്ന സമയത്ത് ഓരോ പോർഷനും ചെയ്തതിന് ശേഷം താഴെ ടൈ ചെയ്യുവാണെങ്കിൽ ആ ബീഡ്സിൻ്റെ ത്രെഡ് പൊട്ടിപ്പോവാതെ നിൽക്കും. ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ സാരിയൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ലൈഫ് ലോങ് നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ മാക്സിമം നമുക്ക് പറ്റുന്നത്രയും നന്നായിട്ട് കെയർ ചെയ്ത് വർക്ക് ചെയ്യുക കേട്ടോ. കണ്ടോ, ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ടൈ ചെയ്യാം. നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ഫ്ലവേഴ്സ് ഒരുമിച്ച് ഒരു ബഞ്ചായിട്ട് വരുമ്പോൾ കാണാനായിട്ട് ഭംഗിയുണ്ട്. അതുപോലെ 2 കളറിലെ ത്രെഡ് കൊടുത്തുകൊണ്ട് ആ ഒരു ലീഫിൻ്റെ പോർഷനും കുറച്ച് കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ. എനിക്കിത് ടോട്ടലി കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. എനിക്ക് തോന്നുന്നു ചില സമയത്ത് വീഡിയോ എടുക്കുന്ന ടൈമിൽ ഈ ഫ്ലവേഴ്സിൻ്റെ കളറും ഞാൻ കൊടുത്തിരിക്കുന്ന കളറും തമ്മിൽ ചെറിയൊരു വേരിയേഷൻ ഫീൽ ചെയ്തു. നമ്മുടെ ഡിസൈൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഞാൻ പിങ്ക്
കളറിൽ ഡിസൈൻ ചെയ്യുന്നതായിരുന്നോ അതോ ഈ ഒരു കളർ കോമ്പിനേഷനാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി പറയണേ. പിങ്ക് കളർ ഞാൻ ബ്ലാക്ക് സാരിയിൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പേർപ്പിൾ ഷെയ്ഡ് ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഓരോരോ കളേഴ്സ് കൂടുതലായിട്ട് ചെയ്ത് നോക്കുമ്പോഴല്ലേ ഏതൊക്കെ കളേഴ്സ് മാച്ച് ആവും എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സ്ലീവിൻ്റെ പാർട്ടും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ബീഡ്സ് കൊടുത്തതിലും നല്ലതായിട്ട് തോന്നി. ഈ ബ്ലൂ ബീഡ്സിന് പകരം വേണമെങ്കിൽ നമുക്ക് വൈറ്റും കൊടുക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തഭിപ്രായം പറയാനുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.